നവാഗതനായ അർഫാസ് അയൂബ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ലെവൽ ക്രോസ്. ആസിഫ് അലി, അമല പോൾ, ഷർഫുദ്ദീൻ 3 പേരാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. സോ സിനിമ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെടാനുണ്ടായ കാരണങ്ങൾ ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമകളുമായി കിടപിടിക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് IFFK പോലുള്ള ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പോയി കാണുന്ന ഫെസ്റ്റിവൽ സ്വഭാവമുള്ള ഓഫ് ബീറ്റ് സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, അത്തരം സിനിമകളുമായി റിസംബ്ലൻസ് ഫീൽ ചെയ്യും. മേക്കിംഗ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കളർ പാലറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, മിതത്വമുള്ള ഡയലോഗ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഷോട്ടുകൾക്കിടയിൽ വരുന്ന ഡ്യൂറേഷനും, അതും അല്ലെങ്കിൽ ആ ഒരു നിശ്ചിതമായിട്ടുള്ള മീറ്റർ പേസ്, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സിനിമകളുമായിട്ട് റിസംബ്ലൻസ് ഫീൽ ചെയ്യും. സോ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അഭിനയമാണ്. അമല പോൾ ആണെങ്കിലും, ആസിഫ് അലി ആണെങ്കിലും, ഷർഫുദ്ദീൻ ആണെങ്കിലും 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ആസിഫ് അലി സംബന്ധിച്ചിടത്തോളം ഒരു മേക്ക് ഓവർ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ആസിഫ് അലി ഈ വർഷം 4ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. തൊട്ട് മുൻപുള്ള തലവൻ സിനിമയിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായ ക്യാരക്ടർ ചെയ്യുന്നത്. രൂപം കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും ഒരുപാട് ബഹുദൂരം മുൻപോട്ട് സഞ്ചരിച്ചു. അതുപോലെ അമല പോൾ എന്ന് പറയുന്ന കഥാപാത്രത്തിന് മൂഡ് ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഥാപാത്രത്തിന്റെ ഗംഭീരമായിട്ട് ആ കഥാപാത്രം ചെയ്തു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പിറ്റം ഓഫ് വേഴ്സറ്റാലിറ്റി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഷർഫുദ്ദീൻ ആയിരിക്കും പറയുക. കാരണം അത്രമാത്രം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഷർഫുദ്ദീൻ ഓരോ സിനിമയിൽ വരുംതോറും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ തലത്തിലേക്കാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിലൊക്കെ ഷർഫുദ്ദീൻ ഒരു ഭാഗമൊക്കെ ചെയ്യുന്ന സമയത്ത്, ഒരു സൈക്കിക് സാധനമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അഭിനയിച്ചു വെച്ചിരിക്കുന്നത്. സോ ഷർഫുദ്ദീനാണ് അഭിനയത്തിൽ എനിക്ക് ഏറ്റവും മുൻപിട്ട് നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെടാനുണ്ടായ മറ്റൊരു കാരണം ഇതിന്റെ കഥയാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതൊരു മിസ്റ്ററി ത്രില്ലറായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ടിപ്പിക്കൽ ത്രില്ലർ മൂവി അല്ല, അല്ലെങ്കിൽ ഒരു യൂഷ്വൽ ടെംപ്ലേറ്റ് ഓഫ് ത്രില്ലർ മൂവി അല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ കഥാപാത്രങ്ങളും എപ്പം അവരുടെ ക്യാരക്ടർ മാറും നമുക്കറിയില്ല, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഒന്നും നമ്മുടെ ചിന്തയിൽ നിൽക്കുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന സാധനത്തിലേക്ക് നിലനിർത്താൻ ഇവർക്ക് പരമാവധി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സിനിമയുടെ ഒരു എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഹാഫ് ഒക്കെ എത്തുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലുള്ള ട്വിസ്റ്റുകളാണ് സംഭവിക്കുന്നത്. ഒരു സ്ലോ ബേൺ മൂവിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ ട്വിസ്റ്റുകളൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല. പക്ഷേ ഇതുണ്ടല്ലോ, ആ ഒരു ഇന്റർവെൽ പഞ്ചെത്തിയപ്പോഴേക്കും നമ്മളെ ഞെട്ടിച്ചു കളയുന്ന ഒരു സാധനം കൊണ്ടുവച്ചു അവര്. അത്തരത്തിൽ അവർ കഥ പറഞ്ഞു പോയ രീതി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മനുഷ്യരെ അടയാളപ്പെടുത്തി വെച്ച രീതിയാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് എൻ്റെ ലൈഫിന്റെ കഥ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കഥയിലെ നായിക ഞാൻ തന്നെയായിരിക്കും. നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കഥയിലെ നായകനോ നായിക നിങ്ങളും ആയിരിക്കും. അപ്പൊ നമ്മളെ കഥ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ അവിടെ നന്മയുള്ള ആളാക്കാം, അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളുമുള്ള നല്ല മനുഷ്യരായിട്ട് പറയാൻ പറ്റും. ഈ സിനിമയിൽ 3 കഥാപാത്രങ്ങൾ അങ്ങനെയാണ്. സ്വന്തം ജീവിത കഥ പറയുമ്പോൾ അവരാണ് അതിൽ മികച്ച നായകനും നായികയും. പക്ഷെ റിയാലിറ്റി അങ്ങനെ ആയിരിക്കില്ല. അവരായിരിക്കും ആ കഥയിലെ യഥാർത്ഥ വില്ലൻ. അത്തരത്തിലുള്ള പല സാധനങ്ങളും ഈ സിനിമയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്ന സാധനം അതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള മലയാള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സിനിമ കൂടിയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. മനഃശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളല്ല, കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ മനഃശാസ്ത്രപരമായിട്ടുള്ള സിനിമകളെ കുറിച്ച് പഠനം നടത്തുന്നവർക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയൊരു സിനിമയായിട്ട് കൂടി എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് പ്രേക്ഷകരെ വലിയ രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഓരോ കഥാപാത്രങ്ങൾക്കും കൂടുതൽ ഡെപ്ത് കൊടുക്കുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ആ സെക്കൻഡ് ഹാഫ് തന്നെയാണ് നമ്മളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുന്നത്. എനിക്കൊന്ന് വെരി ബിഗിനിങ് എന്നൊക്കെ പറയുന്ന പോലെ തുടക്കം തൊട്ടേ പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും കൂടുതലായിട്ടാണ് ഡീപ്പായിട്ട് നമ്മൾ അതിലേക്ക് കൊണ്ടു ചെന്നിടുന്നത് സെക്കൻഡ് ഹാഫ് തന്നെയാണ്. ആ പറഞ്ഞ പോലെ ഇന്റർവെൽ പഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർക്ക് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴേക്കും സംഭവിച്ചിരിക്കും. മാത്രമല്ല ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ സെക്കൻഡിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിൽ പോലും പ്രേക്ഷകരുടെ ശ്രദ്ധ അത്രമാത്രം സ്ക്രിപ്റ്റിലേക്കോ അല്ലെങ്കിൽ സിനിമയിലേക്കോ വേണമെന്നുള്ള കാര്യം സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമയിൽ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ് വിശാൽ ചന്ദ്രശേഖറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ സിനിമയിലെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന കാര്യം ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് എനിക്ക് പലപ്പോഴും സംശയം തോന്നി, ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനു വേണ്ടി ഉണ്ടാക്കിയ കഥയാണോ എന്ന്. അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന സിനിമയെ മൊത്തത്തിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഇമോഷൻസ് മൊത്തമായിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കുന്നതോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഹാഫ് ഒക്കെ ഇല്ലേ, ആ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ട്വിസ്റ്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. നമ്മുടെ ട്രെയിൻ പോകുന്നതിനിടയ്ക്കുള്ള ചൂളം വിളിയാണ് കൊടുക്കുന്നത്. പക്ഷെ ഭയങ്കരമായിട്ടുള്ളൊരു നിഗൂഢത കൊടുക്കുന്ന പോലെ, ദുരൂഹത കൊടുക്കുന്ന പോലെയൊക്കെയാണ് അത്
ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ഭയങ്കരമായ രീതിയിൽ അതിശയിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കഥാപാത്രങ്ങളുടെ സങ്കീർണതയും അവരുടെ ഉള്ളിലെ നിഗൂഢത ഇതൊക്കെ കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇതിന്റെ പശ്ചാത്തല സംഗീതം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. സോ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പു പ്രഭാകറിന്റെ സിനിമാറ്റോഗ്രഫിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് വിശാൽ ചന്ദ്രശേഖറിന്റെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ചാണ് ഇദ്ദേഹം വിഷ്വൽ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന സംഗീതവും അത്രമാത്രം ചേർന്ന് നിൽക്കുന്ന വിഷ്വൽസും ഭയങ്കര ഫ്രെയിം ബ്യൂട്ടിയാണ്. ഓരോ ഷോട്ടുകൾ പോലും ഭയങ്കര ഫ്രെയിം ബ്യൂട്ടിയാണ്. സ്റ്റാറ്റിക് ആണ് വെക്കുന്നതെങ്കിൽ പോലും കളർ പാലറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് സാധനം. വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയാൻ പറ്റും, ഫ്രെയിം ബ്യൂട്ടി എന്ന് പറയാൻ പറ്റും. അതായത് മരുഭൂമിയിലെ നിഗൂഢമായിട്ടുള്ള മനുഷ്യർ, അവിടുത്തെ ജീവിതം, ഇതൊക്കെ വിഷ്വൽ ട്രീറ്റിലൂടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അപ്പു പ്രഭാകർ ചെയ്തിട്ടുണ്ട്. പിന്നെ ദീപു ജോസഫിന്റെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ത്രില്ലർ മൂവി ആണെങ്കിൽ കൂടി സ്ലോ ബേൺ മൂവിയാണ്. ഒരു സ്ലോ ബേൺ മൂവിക്ക് ഒരു ത്രില്ലർ മോഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അതും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ അത് ദീപു ജോസഫ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കട്ട്സ് ഒക്കെ പല കട്ട്സും നല്ല ഭംഗിയായിട്ട് ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെ സിനിമയ്ക്കകത്ത് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൂടിയും ഒരു നെഗറ്റീവ് എന്ന് തോന്നിയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ സിനിമയ്ക്കകത്ത് വളരെ അവിശ്വസനീയമായ പല രംഗങ്ങളുമുണ്ട്. ആസിഫ് അലി ചെയ്യുന്ന രഘു എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അയാൾ നിലവിൽ ജീവിക്കുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട് കുറെ അവ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവിശ്വസനീയമായ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷെ ആ രഘു എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം ഇപ്പോഴും അപൂർണമായിട്ട് കിടക്കുകയാണ്. അത് സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ തിരക്കഥയിലൊക്കെ വന്നിട്ടുള്ള പാളിച്ചയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ തീവ്രമായ കഥാസന്ദർഭം കൊണ്ടും തീവ്രമായിട്ടുള്ള അഭിനയം കൊണ്ടും തീവ്രമായിട്ടുള്ള പശ്ചാത്തല സംഗീതവും വിഷ്വൽസും കൊണ്ടെല്ലാം തന്നെ അന്താരാഷ്ട്ര സിനിമകളുമായിട്ട് കിടപിടിക്കുന്ന, അത്തരം സിനിമകളോട് കിടപിടിക്കാൻ ഉതകുന്ന നിലവാരമുള്ള സിനിമ തന്നെയാണ് ലെവൽ ക്രോസ്.